കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്ന് പറയുന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനിൽ നിന്നും ലണ്ടനിലെ തെരുവുകളിലെ അഭയാർത്ഥി ക്യാമ്പിലെ ജീവിതത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ പതനം. വിജയ് മല്യയുടെ ജീവിതം യഥാർത്ഥത്തിൽ ഒരു റോളർ കോസ്റ്റ് യാത്ര പോലെയാണ്. ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഘോഷ പുരുഷനായിരുന്ന അദ്ദേഹം വിജയ് മല്യ തൻ്റെ പിതാവ് വിറ്റയ് മല്യയിൽ നിന്നുമാണ് യുണൈറ്റഡ് ബ്രൂവറീസ് എന്ന് പറയുന്ന മദ്യ സാമ്രാജ്യം ഏറ്റെടുക്കുന്നത്. തൻ്റെ 28-ാം വയസ്സിൽ കമ്പനിയുടെ തലപ്പത്തെത്തിയ ബിസിനസ് ബുദ്ധി ഉപയോഗിച്ച് തന്നെ ലോകത്തെ ഏറ്റവും വലിയ മദ്യ കമ്പനികളിൽ ഒന്നായി അതിനെ വളർത്തി. കിങ് ഫിഷർ എന്ന ബ്രാൻഡിനെ അദ്ദേഹം ഇന്ത്യയുടെ വീട്ടുപേരാക്കി മാറ്റി. മദ്യ വ്യവസായത്തിൽ നിന്നും കിട്ടിയ കോടികൾ ഒരു ആഡംബര ജീവിതം കെട്ടിപ്പടുക്കാൻ ഉപയോഗിച്ചു. സ്വന്തമായി ഒരു ഫോർമുല 1 റേസിംഗ് ടീം, IPL ടീമായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ കപ്പലുകൾ, ലോകത്തിൽ 18 രാജ്യങ്ങൾ, കൊട്ടാര സമ്പന്നമായ വീടുകൾ, എവിടെയും ആഘോഷങ്ങളും സുന്ദരമായ സ്ത്രീകളും നിറഞ്ഞ മല്യയെ മാധ്യമങ്ങൾ ഇന്ത്യയിലെ റിച്ചാർഡ് ബ്രാൻസൺ എന്ന് വിളിച്ചു. 2005 തുടങ്ങിയ കിങ് ഫിഷർ എയർലൈൻസ് എന്ന് പറയുന്ന കമ്പനി തന്നെയായിരുന്നു മല്യയുടെ തകർച്ചയുടെ തുടക്കം. വിമാനങ്ങൾ മുഴുവനും ആഡംബരമായിരുന്നു എങ്കിൽ കമ്പനി ഒരിക്കൽ പോലും ലാഭത്തിലായിരുന്നില്ല. ഇന്ധനവില വർധനവും സാമ്പത്തിക മാന്ദ്യവും വന്നതോടുകൂടെ കമ്പനി വലിയ ബാധ്യതയിലായി. ശമ്പളം നൽകാത്തതിനാൽ ജീവനക്കാർ സമരത്തിലായി. ഒടുവിൽ 2012 കിങ് ഫിഷർ എയർലൈൻസ് പൂട്ടിട്ടു. എയർലൈൻസ് കമ്പനി നടത്തുന്നതിനായി മല്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ 17 ബാങ്കുകളിൽ നിന്നും 9,000 കോടി കടമെടുത്തിട്ടുണ്ടായിരുന്നു. കമ്പനി തകർന്നടിഞ്ഞിട്ടും തൻ്റെ ആഡംബര ജീവിതം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ലോകത്ത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി. 2016 മാർച്ചിൽ ബാങ്കുകൾ നിയമ നടപടി ശക്തമാക്കും മുന്നേ മല്യ ലണ്ടനിലേക്ക് നാടുവിട്ടു. പിന്നീട് അദ്ദേഹത്തെ ഇന്ത്യ ഒരു പിടികിട്ടാപ്പിള്ളിയായി പ്രഖ്യാപിച്ചു. തൻ്റെ പാസ്പോർട്ട് ഇന്ത്യയിൽ റദ്ദാക്കിയെങ്കിലും ഇന്ത്യ മല്യയെ തിരിച്ചെത്തിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും തൻ്റെ നിയമപരമായ പഴുതുകൾ ഉപയോഗിച്ച് മല്യ ലണ്ടനിൽ തന്നെ തുടരുകയും. വിജയ് മല്യയുടെ പതനത്തിൽ നിന്ന് ഓരോ സംരംഭകനും പഠിക്കേണ്ട 3 പാഠങ്ങളും: ലാഭകരമല്ലാത്ത ഒരു ബിസിനസ്സിലും അമിതമായി പണം ഇൻവെസ്റ്റ് ചെയ്യരുത്. ഒരിക്കലും ലിമിറ്റഡ് ലയബിലിറ്റി കടന്നുകൊണ്ട് ഒരിക്കലും വ്യക്തിഗത ഗ്യാരണ്ടി നൽകരുത്. ഒരു ബിസിനസ്മാനും പ്രതിസന്ധി ഘട്ടത്തിൽ ബാങ്കുകളോട് ഒത്തുതീർപ്പ് ശ്രമിക്കുന്നതിന് പകരം രാജ്യം വിട്ടു പോവരുത്. ഒരു തെറ്റായ തീരുമാനം നിങ്ങൾ ആജീവനാന്തം അധ്വാനിച്ചത് മുഴുവൻ നഷ്ടപ്പെടുത്തും. എന്താണ് മല്യയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യൂ.